നമസ്കാരം. ട്രെൻഡിന് തുടങ്ങുന്നു പ്രധാന വാർത്തകൾ. മലയാള സിനിമയുടെ ബഹുമുഖ പ്രതിഭ ശ്രീനിവാസൻ അന്തരിച്ചു. 69 വയസ്സായിരുന്നു. അന്ത്യം തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിൽ. കുറച്ചു കാലങ്ങളായി ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു. സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ നാളെ വീട്ടുവളപ്പിൽ. ശ്രീനിവാസിന്റെ വിയോഗത്തിൽ വിതുമ്പി സംവിധായകൻ സത്യൻ അന്തിക്കാട്. പെട്ടെന്ന് പോകുമെന്ന് കരുതിയില്ല. ശ്രീനിവാസനുമായി 43 വർഷത്തെ സൗഹൃദമായിരുന്നു എന്ന് നടനും MLA-യുമായ മുകേഷ്. നടൻ മമ്മൂട്ടി ശ്രീനിവാസിന്റെ വസതിയിലെത്തി അനുശോചനം രേഖപ്പെടുത്തി. തന്റെ അടുത്ത സുഹൃത്തിന്റെ വിയോഗം ഞെട്ടിക്കുന്നതെന്ന് രജനീകാന്ത്. നഷ്ടപ്പെട്ടത് നല്ല സുഹൃത്തിനെയെന്ന് മോഹൻലാൽ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കേസെടുക്കൽ നടപടി തുടങ്ങിയ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ECIR രജിസ്റ്റർ ചെയ്യാനുള്ള നടപടി തേടി. അനുമതി ലഭിച്ചാലുടൻ ECIR രജിസ്റ്റർ ചെയ്യും. 1.5 കോടി രൂപ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നൽകിയതായി ഗോവർദ്ധൻ. പണം നൽകിയതിന്റെ തെളിവുകൾ കൈമാറി. പാലക്കാട് വാളയാറിൽ ആൾക്കൂട്ട മർദ്ദനത്തിൽ കൊല്ലപ്പെട്ട ഛത്തീസ്ഗഡ് സ്വദേശി റാം നാരായണന്റെ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത്. മരണകാരണം തലയിലും ശരീരത്തിലുമേറ്റ ഗുരുതരമായ പരിക്ക്. ശരീരത്തിൽ 40-ലധികം മുറിവുകളേറ്റതായി റിപ്പോർട്ട്. അഴിമതി കേസിൽ പ്രതിയായ ജയിൽ DIG വിനോദ് കുമാറിനെതിരെ നടപടിയെടുക്കാതെ സർക്കാർ. കൈക്കൂലി വാങ്ങിയതിൽ തെളിവുകൾ ഉണ്ടെന്നും കേസെടുത്തെന്നും ആഭ്യന്തര വകുപ്പിനെ അറിയിച്ചിട്ടും നടപടിയില്ല. വിജിലൻസ് കേസെടുത്തത് 17-ന്. നടനും സംവിധായകനും തിരക്കഥാകൃത്തുമായ ശ്രീനിവാസിന് ആദരാഞ്ജലി അർപ്പിക്കുകയാണ് നാട്. 69 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ചികിത്സയിലിരിക്കെ തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിലാണ് പുലർച്ചെ അന്ത്യം സംഭവിച്ചത്. മലയാളികളെ ചിരിപ്പിച്ചും ചിന്തിപ്പിക്കുകയും ചെയ്ത ബഹുമുഖ പ്രതിഭയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ നാളെ വീട്ടുവളപ്പിൽ നടക്കും. ഇന്ന് രാവിലെ നമ്മെ വിട്ടുപിരിഞ്ഞ ശ്രീനിവാസന്റെ മരണാനന്തര ചടങ്ങുകളെ സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ ഇങ്ങനെയാണ്. ഇപ്പോൾ കണ്ടനാടുള്ള അദ്ദേഹത്തിന്റെ വസതിയിലാണ് ഭൗതിക ശരീരം ഈ പ്രദേശത്തുള്ള ആളുകളുടെ കൂടെ സൌകര്യം കണക്കിലെടുത്ത് വെച്ചിട്ടുള്ളത്. 3 മണിവരെ എറണാകുളം ടൗൺ ഹാളിൽ ഭൗതിക ശരീരം പൊതുദർശനത്തിന് വയ്ക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. നാളെ രാവിലെ കണ്ടനാടുള്ള വീട്ടുവളപ്പിൽ 10 മണിക്ക് മറ്റ് മരണാനന്തര ചടങ്ങുകൾ, സംസ്കാരം എന്നിവ തീരുമാനിച്ചിരിക്കുന്നു. പരമാവധി ആളുകൾ ടൗൺ ഹാളിലേക്ക് എത്താനാണ് അതായിരിക്കും സൌകര്യം. കാരണം ഇത് സിറ്റിയിൽ നിന്ന് കുറച്ച് വിട്ടിട്ടാണ്, പിന്നെ കുറച്ചൊരു കൺജസ്റ്റഡ് ആയിട്ടുള്ള ഏരിയയുമാണ്. അപ്പോൾ അതുകൊണ്ട് കഴിയുന്നതും അദ്ദേഹത്തിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും ടൗൺ ഹാളിൽ പൊതുദർശന വേളയിൽ എത്തുന്നതായിരിക്കും സൌകര്യം. ആദർശ് മുക്കടേണ്ട വിവരങ്ങൾ നൽകാൻ. ആദർശ്, മലയാളികളെ ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും ചെയ്തിട്ടുള്ള അതുല്യ പ്രതിഭയെ തന്നെയാണ് ഇവിടെ വാങ്ങിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ അന്ത്യം പുലർച്ചെയായിരുന്നു. ഇപ്പോൾ മൃതദേഹം ടൗൺ ഹാളിലേക്ക് എത്തിച്ചിട്ടുണ്ടോ? എത്ര മണിവരെയാണ് അവിടെ പൊതുദർശനം ക്രമീകരിച്ചിരിക്കുന്നത്? കൂടുതൽ ആളുകളൊക്കെ അങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയല്ലേ? തീർച്ചയായും ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരമുള്ളത് ടൗൺ ഹാളിലാണ്. ഈ ടൗൺ ഹാളിലെ പൊതുദർശനം 3:30 വരെയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. നിലവിൽ അദ്ദേഹത്തിന്റെ സിനിമാ മേഖലയിലെ സഹപ്രവർത്തകർ, മറ്റ് മന്ത്രിമാർ, MLA-മാർ തുടങ്ങിയ സമൂഹത്തിന്റെ വിവിധ തുറകളിൽ നിന്നുള്ള നിരവധി ആളുകൾ അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി ഇവിടേക്ക് എത്തുന്നുണ്ട്. വലിയ തോതിലുള്ള ഒരു ജനത്തിരക്ക് ഇപ്പോൾ ഇവിടെ കാണാം. നിരവധി ആളുകളാണ് അവരുടെ പ്രിയപ്പെട്ട
താരത്തെ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി അവസാനമായിട്ട് ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അല്പം നേരത്തിനുള്ളിൽ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇവിടേക്ക് എത്തുന്നുണ്ട്. അദ്ദേഹം ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അദ്ദേഹം അല്പനേരത്തിനുള്ളിൽ തന്നെ ഇത്തരത്തിൽ അന്തിമോപചാരം അർപ്പിക്കും. ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഇവിടേക്ക് എത്തിയിട്ടുള്ളത്. അല്പനേരത്തിനുള്ളിൽ തന്നെ അദ്ദേഹം അന്തിമോപചാരം അർപ്പിക്കും. മറ്റ് നിരവധി പേരാണ്. നാളെ രാവിലെ 10 മണിക്കാണ് അദ്ദേഹത്തിന്റെ വസതിയിൽ സംസ്കാര ചടങ്ങുകൾ നടക്കുക. നീത, ടൗൺ ഹാൾ പൊതുദർശനം ആരംഭിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്ത്യാഞ്ജലി അർപ്പിക്കാനായി അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. അല്പം മുമ്പ് വീട്ടിലേക്ക് എത്തുമെന്നാണ് പറഞ്ഞിരുന്നത്. ഇപ്പോൾ ടൗൺ ഹാളിലെ പൊതുദർശനത്തിലാണ് അദ്ദേഹം എത്തിയിരിക്കുന്നത്. സിനിമാ മേഖലയിലെ എല്ലാ പ്രമുഖരും ഒപ്പം തന്നെ രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ അങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. വലിയ രീതിയിലുള്ളൊരു ആൾത്തിരക്കൊക്കെ ഉണ്ട്. വൈകിട്ട് 3 മണിവരെയാണ് അവിടെ പൊതുദർശനം ക്രമീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. ഉറപ്പായും ആ സമയം കഴിഞ്ഞും അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാൻ ആളുകൾ അങ്ങോട്ടേക്ക് ഒഴുകിയെത്തുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അദ്ദേഹത്തിൻ്റെ ഒരു വിയോഗം മലയാളികൾക്ക് തന്നെ വലിയൊരു സങ്കടപ്പെടുത്തുന്നതാണ് എന്നുള്ള കാര്യം ഉറപ്പാണ്. പൊതുദർശനം പുരോഗമിക്കുകയാണ് എറണാകുളത്തെ ടൗൺ ഹാൾ എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. ഇപ്പോൾ ചലച്ചിത്ര നിരൂപകൻ മിഥുൻ വിജയകുമാർ ചേരുന്നുണ്ട്. നമസ്കാരം ശ്രീ മിഥുൻ. ശ്രീനിവാസൻ എന്നുള്ളൊരു അതുല്യ പ്രതിഭ, അത് മലയാളികൾക്ക് എത്രയെത്ര കഥാപാത്രങ്ങൾ, അത് കാലങ്ങൾക്ക് മുൻപേ ചെയ്തു വെച്ച കുറേ കഥാപാത്രങ്ങളുണ്ട്. അത് ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ പോലും യോജിക്കുന്ന രീതിയിലുള്ള കഥാപാത്രങ്ങളൊക്കെ വർഷങ്ങൾക്ക് മുൻപേ അദ്ദേഹം ചെയ്തു വെച്ചു എന്നുള്ളതാണ്. തീർച്ചയായും അദ്ദേഹം പറഞ്ഞത് ഓരോ മലയാളിയും വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം ശ്രീനിവാസൻ എന്ന് പറഞ്ഞാൽ വെറും ഒരു പെർഫോമർ അല്ല, അദ്ദേഹം ഒരു സൂക്ഷ്മ നിരീക്ഷകനാണ് ഈ ഹ്യൂമൻ നേച്ചറിന്റെ. അപ്പൊ അദ്ദേഹത്തിന്റെ സിനിമകളൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ സാധാരണക്കാരന്റെ ഒരു സാധാരണ മനുഷ്യന്റെ സ്ട്രഗിൾസ് ഒക്കെ ഒരു സിനിമാ രൂപത്തിലേക്ക്, ഒരു ആർട്ട് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്ത് വളരെ തോട്ട് പ്രൊവോക്കിംഗ് ആയ ഒരു ഹ്യൂമറുള്ള രീതിയിലൊക്കെ ആണ് അദ്ദേഹം കാണിച്ചത്. അപ്പൊ നമ്മൾ അദ്ദേഹത്തിന്റെ ഒരു ബോഡി ഓഫ് വർക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ സമൂഹത്തിന്റെ തന്നെ ഒരു റിഫ്ലക്ഷൻ ആയിട്ട് വേണം നമ്മൾ അതിനെ കാണാൻ. ഇപ്പൊ ഈ വടക്ക് നോക്കി യന്ത്രം, ചിന്താവിഷ്ടയ ശ്യാമള, അങ്ങനെയുള്ള ഒരുപാട് സിനിമകളുണ്ട്. അപ്പം അതായത് ഗ്ലാമർ ഒബ്സസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയിലേക്ക് വളരെ ഒത്തന്റിക് ആയിട്ടുള്ള സ്ക്രീൻ റൈറ്റിംഗിലൂടെയും അഭിനയത്തിലൂടെയും എന്താ പറയാ പ്രശസ്തി നേടിയ ഒരു നടനാണ് ശ്രീനിവാസൻ. അപ്പൊ അതൊരു കംപ്ലീറ്റ് ആർട്ടിസ്റ്റ് ആണ് എന്ന് തന്നെ വേണം പറയാൻ. അതിപ്പം കോമഡി ആണെങ്കിലും ക്യാരക്ടർ റോൾസ് ആണെങ്കിലും ഒക്കെ തന്നെ അദ്ദേഹം ഓഡിയൻസിന്റെ പൾസ് മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ്. അപ്പം അദ്ദേഹത്തിന്റെ ഒരു എന്താ പറയാ വലിയൊരു ലെഗസിയാണ് അദ്ദേഹം ഈ ഒരു ഫ്യൂച്ചർ ജനറേഷൻസിന് കൊടുത്തിട്ട് പോകുന്നത്. അപ്പൊ അത് തീർച്ചയായിട്ടും ഇന്ത്യൻ സിനിമയ്ക്ക് തന്നെ വളരെ വേദനിക്കുന്ന ഒരു ദിവസമാണെന്ന്. അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ പല സിനിമയിലെ ഡയലോഗുകൾ, അത് ഈ കാലത്തും ഇപ്പോൾ എത്ര വർഷങ്ങൾക്ക് മുൻപ് ചെയ്തു വെച്ച പല കഥാപാത്രങ്ങളുടെയും ഡയലോഗുകൾ പോലും ഈ ഒരു തലമുറ പോലും ഉപയോഗിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ അദ്ദേഹം ചെയ്തു വെച്ച കഥാപാത്രങ്ങൾ അത് എത്ര കാലം കഴിഞ്ഞാലും അത് അപ്പോഴും നിലനിൽക്കുമെന്നുള്ളതിൻ്റെ ഒരു സൂചനകളല്ലേ? തീർച്ചയായിട്ടും വളരെ ദീർഘവീക്ഷണമുള്ള ഒരു വ്യക്തിയാണെന്ന് തന്നെ പറയണം. കാരണം ഈ കഥാപാത്രങ്ങൾക്കൊക്കെ തന്നെ ഇന്നും റെലവെന്റ് ആണ്. ഇന്ന് പോലും അദ്ദേഹത്തിന്റെ പഴയ സിനിമകളൊക്കെ ഈ ഒരു ജനറേഷനിൽപ്പെട്ട ആളുകൾ പോലും കണ്ടിട്ട് ആസ്വദിക്കുകയാണെങ്കിലും പല രംഗങ്ങളാണെങ്കിലും നമുക്ക് റിലേറ്റബിൾ ആയി തോന്നാറുണ്ട് പല സാഹചര്യങ്ങളായിട്ട്. അപ്പം അതാ ഞാൻ പറഞ്ഞു നേരത്തെ, സാധാരണക്കാരന്റെ ഡേ ടു ഡേ എന്താ പറയാ വിഷയങ്ങളൊക്കെ എടുത്തുകൊണ്ടാണ് സിനിമകളിൽ കാണിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് പലപ്പോഴും റിലേറ്റബിൾ ആണെന്ന് തോന്നുന്ന കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹത്തിന്റെ സിനിമയിൽ കാണാൻ പറ്റുക. അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ വളരെയധികം ഗ്ലാമർ ഒബ്സസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയാണ് മലയാള സിനിമ എന്ന് പറഞ്ഞത്. പ്രത്യേകിച്ച് ആ കാലത്ത് അന്ന് ഇങ്ങനത്തെ എന്താ പറയാ പെർഫോമൻസിലൂടെയും അല്ലെങ്കിൽ ഇങ്ങനത്തെ ചില സ്ക്രിപ്റ്റിലൂടെയും കടന്നു വരാൻ കഴിഞ്ഞൊരു അതുല്യ പ്രതിഭയാണ് ശ്രീനിവാസൻ എന്ന് തന്നെ വേണം പറയുക. അദ്ദേഹത്തെ കാണാൻ എപ്പോഴെങ്കിലും കഴിഞ്ഞിട്ടുണ്ടോ? അദ്ദേഹമായിട്ടുള്ള എന്തെങ്കിലും ഓർമ്മകളുണ്ടോ താങ്കൾക്ക്? എനിക്ക് പേഴ്സണലി അങ്ങനത്തെ ഓർമ്മകളില്ല. ഞാൻ എന്താ പറയുക അദ്ദേഹത്തിന്റെ വർക്ക്സുമായിട്ട് ഞാൻ ആസ്വദിക്കാറുണ്ട്, അദ്ദേഹത്തിന്റെ സിനിമകൾ ഞാൻ ആസ്വദിക്കാറുണ്ട്. അല്ലാതെ പേഴ്സണലി അദ്ദേഹത്തിലൂടെ വർക്ക് ചെയ്യാനുള്ള ഒരു അവസരമൊന്നും ഉണ്ടായിട്ടില്ല. ശരി, വളരെ നന്ദി ശ്രീ മിഥുൻ പ്രതികരിച്ചതിന്. എന്തായാലും എല്ലാവർക്കും ഒരുപോലെ തന്നെ മലയാളികളെ ഒന്നടങ്കം ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്തൊരു അതുല്യ പ്രതിഭയുടെ മടക്കമാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. ടൗൺ ഹാളിലേക്ക് കൂടുതൽ ആളുകൾ അങ്ങോട്ടേക്ക് എത്തുകയാണ്. നിരവധിയായിട്ടുള്ള അവാർഡുകൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ദേശീയ സംസ്ഥാന അവാർഡുകളൊക്കെ നേടിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പല സിനിമകളും അദ്ദേഹത്തിൻ്റെ പല കഥാപാത്രങ്ങളും ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ പല ഡയലോഗുകളും അതെല്ലാം ഇപ്പോഴും മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് തന്നെയാണ്. പല അവസരങ്ങളിലും മലയാളികൾ ഉപയോഗിക്കുന്ന ഡയലോഗുകളും എല്ലാം
സത്യനന്ദിക്കാട്, മോഹൻലാൽ, പ്രിയദർശൻ, ഈ കൂട്ടുകെട്ടൊക്കെ ഒരുപാട് മലയാളികൾ ചിരിച്ചിട്ടുള്ള ഒരുപാട് സിനിമകളുണ്ട്. കുറച്ച് കാലമായി തന്നെ അദ്ദേഹത്തിന് അനാരോഗ്യം സംഭവിക്കുകയും പൊതുവേദികളിൽ നിന്നെല്ലാം മാറി നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നീട് ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും പൊതുവേദികളിലേക്കൊക്കെ വന്നു തുടങ്ങിയ ഒരു സമയം കൂടിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പല ഇൻ്റർവ്യൂകളും എല്ലാം ഉണ്ടായിട്ടുണ്ട്. ഈ അവസാന സമയങ്ങളിൽ പോലും അദ്ദേഹം പലയിടങ്ങളിലും അദ്ദേഹത്തിൻ്റെ ഭാര്യയുമൊത്ത് ഈ ടി വികളിലുമെല്ലാം പല ചാനലുകളിലും വരികയും അദ്ദേഹത്തിൻ്റെ അഭിമുഖങ്ങളുമെല്ലാം കേൾക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. പെട്ടെന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു വിയോഗം ഇന്ന് രാവിലെ സംഭവിക്കുന്നത്. ഡയാലിസിനായി പോകുന്ന വഴിയിൽ അദ്ദേഹത്തിന് അനാരോഗ്യം സംഭവിക്കുകയായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഇപ്പോൾ ടൗൺ ഹാളിൽ പൊതുദർശനമായി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ സംവിധായകൻ ജയരാജ് ടെലിഫോണിൽ ചേരുന്നു. നമസ്കാരം ശ്രീ ജയരാജ്. നമസ്കാരം. അദ്ദേഹത്തിൻ്റെ ഒരു വിയോഗം, ശ്രീനിവാസൻ എന്നുള്ള ഒരു അതുല്യ പ്രതിഭയുടെ വിയോഗം എത്ര പറഞ്ഞാലും തീരാത്തതാണ്. എത്രയൊക്കെ മലയാളികൾക്ക് എത്രയെത്ര നല്ല നല്ല കഥാപാത്രങ്ങൾ, എത്രയെത്ര സിനിമകളൊക്കെ സമ്മാനിച്ചിട്ടാണ് അദ്ദേഹം വിടവാങ്ങുന്നത്. എങ്ങനെ അനുശോചിക്കുന്നു അദ്ദേഹത്തെ? എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്ത്, എൻ്റെ വഴികാട്ടി ആയിരുന്നു ശ്രീനേട്ടൻ. എനിക്ക് ആദ്യമായിട്ടൊരു സിനിമ അതിന് നിർമ്മാതാക്കളെ കണ്ടെത്തി തന്നത് അദ്ദേഹമാണ്. എൻ്റെ 2 സിനിമകൾക്ക്, വിദ്യാരംഭത്തിനും ആകാശക്കോട്ടയിലെ സുൽത്താനിലും അദ്ദേഹമാണ് നിർമ്മാതാവിനെ കണ്ടെത്തുന്ന ഒരു ചുമതല കൂടി ഏറ്റെടുത്തത്. ആദ്യമായിട്ട് എനിക്ക് ഒരു അഡ്വാൻസ് വാങ്ങിത്തരുന്ന അദ്ദേഹമാണ്, KT കുഞ്ഞുമോൻ എന്ന നിർമ്മാതാവിൽ നിന്ന്. ഞങ്ങൾ ചെയ്ത 2 സിനിമകളിൽ അദ്ദേഹം നായകനായിരുന്നു. വിദ്യാരംഭത്തിലും ആകാശക്കോട്ടയിൽ സുൽത്താനിലും. വിദ്യാരംഭത്തിൽ അദ്ദേഹം തിരക്കഥയും സംഭാഷണവും അദ്ദേഹം തന്നെയായിരുന്നു. ഞങ്ങളുടെ ഒരു വലിയ ഒരു കൂട്ടുകെട്ട് എൻ്റെ ജീവിതത്തിൽ എന്നെ നയിച്ചത് ആദ്യകാലങ്ങളിൽ, പ്രത്യേകിച്ചും മലയാള സിനിമയിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയ വ്യതിയാനം ഒരു പ്രത്യേക സിനിമകൾക്ക്, അല്ലെങ്കിൽ ഇന്ന് സത്യനന്ദിക്കാടും പ്രിയദർശനും പോലെയുള്ള സംവിധായകരെ അവരുടെ ജീവിതത്തിൽ ഏറ്റവും മികച്ച രീതിയിലേക്ക് അവരെ നയിച്ചത് അദ്ദേഹമാണെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം സിനിമയ്ക്ക് ഒരു പ്രത്യേക കാഴ്ചപ്പാട്, ഹാസ്യത്തിന്റെ പ്രത്യേകതരം ഒരു അനുഭവം ഉണ്ടാക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം മലയാള സിനിമയിൽ ഏറ്റവും വലിയ വഴിത്തിരിവ് ഏതാണ് എന്ന് ചോദിച്ചാൽ ശ്രീനിവാസൻ കണ്ടെടുത്ത, ശ്രീനിവാസനിലൂടെ മലയാള സിനിമ അനുഭവിച്ച ഒരു വഴിത്തിരിവാണ്. അത് എക്കാലത്തും നിലനിൽക്കും എന്നാണ് എൻ്റെ വിശ്വാസം. അദ്ദേഹത്തിൻ്റെ ഒപ്പം പ്രവർത്തിച്ച എല്ലാ നിമിഷങ്ങളും പ്രിയപ്പെട്ടത് തന്നെ ആയിരിക്കുമെന്ന് ഉറപ്പാണ്. ഈ ഒരു അവസരത്തിൽ പ്രത്യേകമായി എടുത്തു പറയാൻ പറ്റിയ ഒരു സന്ദർഭമുണ്ടോ? ഉണ്ട്. അദ്ദേഹം ഏറ്റവും വലിയൊരു സ്പോർട്സ് പ്രേമി ആയിരുന്നു എന്നുള്ളത് പലർക്കും അറിയില്ല. അദ്ദേഹം വളരെയധികം ഫുട്ബോളും അതുപോലെ തന്നെ മറ്റെല്ലാ കായിക വിനോദങ്ങളും അദ്ദേഹം ആസ്വദിച്ചിരുന്നു. അദ്ദേഹം എനിക്ക് അടുത്തറിയാവുന്നതുകൊണ്ട് ഒരു അനുഭവം പറയാം. കാരണം PT ഉഷ അദ്ദേഹം ഒരുപാട് ആരാധിച്ചിരുന്ന ഒരു കായിക താരമായിരുന്നു. ഞാനും ശ്രീനേട്ടനും ഒന്നിച്ച് PT ഉഷയുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ട്. അവിടെ അദ്ദേഹത്തെ PT ഉഷ അത്രയും ആദരവോടെ സ്വീകരിച്ചിട്ടുമുണ്ട്. കാരണം PT ഉഷ കിട്ടിയ ഓരോ അംഗീകാരങ്ങളും ആ വീട്ടിൽ നിരത്തി വെച്ചിരിക്കുന്ന ഓരോ മെഡലുകളും നോക്കി അദ്ദേഹം അഭിനന്ദിച്ചിട്ടുണ്ട്. അപ്പൊ PT ഉഷയോടുള്ള ആദരവ് അദ്ദേഹത്തിന് കായിക ലോകത്തിനോടുള്ള ഏറ്റവും വലിയ ഒരു അദ്ദേഹത്തിന്റെ അതിനോടുള്ള ഇഷ്ടം നമുക്ക് കാണിച്ചു തരുന്നുണ്ടായിരുന്നു. എൻ്റെ ജീവിതത്തിലെ മറക്കാത്ത യാത്രകളിലൊന്ന് ശ്രീനേട്ടനും ഞാനും ചേർന്നുള്ള PT ഉഷയുടെ വീട്ടിലേക്കുള്ള യാത്രയായിരുന്നു. നമുക്കറിയാം, ഇപ്പോൾ കുറച്ച് കാലങ്ങളായി അദ്ദേഹത്തിന് അനാരോഗ്യം സംബന്ധിച്ചൊക്കെ ഇരിക്കുകയായിരുന്നു. താങ്കൾ ഈ അടുത്തെപ്പോഴെങ്കിലും അദ്ദേഹത്തെ കാണാനോ സംസാരിക്കാനോ സാധിച്ചിട്ടുണ്ടായിരുന്നോ? ഞാൻ അദ്ദേഹത്തെ കാണുന്നത് അവസാനമായിട്ട് അന്ന് അമ്മ അസോസിയേഷന്റെ ഒരു കുടുംബ സംഗമം ഉണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ട് അമ്മ അസോസിയേഷനിൽ പോകുന്നതും അവിടെ വെച്ച് അദ്ദേഹത്തെയും ഭാര്യയും കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അന്ന് അദ്ദേഹത്തിന് അനാരോഗ്യം ഉണ്ടെങ്കിലും ആ അനാരോഗ്യത്തിലും അദ്ദേഹം ചിരിച്ച് സംസാരിക്കുന്നു. അദ്ദേഹത്തിന്റെ എപ്പോഴും സൂക്ഷിക്കുന്ന ഒരു നർമ്മമുണ്ട്, എല്ലാത്തിലും ഒരു നർമ്മം കാണുന്ന, ഇത്രയും
നല്ലൊരു സുഹൃത്തിനെ ഞാൻ കണ്ടിട്ടില്ല. കാരണം ഏത് സിറ്റുവേഷനിൽ അദ്ദേഹത്തിനെ നമ്മൾ കാണുമ്പോഴും അതുമായിട്ട് സംസാരിക്കുമ്പോഴും ഒരു നർമ്മം ഉണ്ടാവും അതിൽ. ആ നർമ്മത്തില് അദ്ദേഹത്തിന് പറയാനുള്ള അഭിപ്രായം ഉണ്ടാവും, അദ്ദേഹത്തിന്റെ വീക്ഷണവും ഉണ്ടായിരുന്നു. അത് തന്നെയാണ് അദ്ദേഹത്തിന്റെ സിനിമകളിലും പരോക്ഷമായിട്ട് അദ്ദേഹം പറയുന്ന തമാശകളിലും ഒക്കെ, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമാണെങ്കിലും അതുപോലെ സാമൂഹ്യ ചിന്തകളിലും അല്ലെങ്കിൽ സോഷ്യൽ ആയിട്ടുള്ള അനീതികളിലും ഒക്കെ അദ്ദേഹം റിയാക്ട് ചെയ്യുന്ന ആ നർമ്മത്തിലൂടെയായിരുന്നു. സഞ്ജയൻ അദ്ദേഹത്തിന് പ്രിയപ്പെട്ട ഒരു എഴുത്തുകാരനായിരുന്നു. അദ്ദേഹത്തിന്റെ മുറിയിൽ പലപ്പോഴും ഞാൻ സഞ്ജയന്റെ പുസ്തകം അദ്ദേഹം വായിക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പം തനിക്ക് എതിർപ്പ് തോന്നുന്ന എന്തിനോടും അദ്ദേഹം നർമ്മത്തിലൂടെ പ്രതികരിച്ചിട്ടുണ്ട് എന്നൊരു സത്യം നമ്മളെല്ലാം മനസ്സിലാക്കണം. ആ നർമ്മം പിൽക്കാലത്ത് വലിയ ഒരു പ്രതികരണമായിട്ട് നമുക്കെടുക്കാം, അതിനെ നർമ്മമായിട്ട് മാത്രമല്ലാതെ. ശരി, വളരെ നന്ദി ശ്രീ ജയരാജ് പ്രതികരിച്ചതിന്. ഇപ്പോൾ സംവിധായകൻ വിനയൻ കൂടി ടെലിഫോൺ ചെയ്തിരിക്കണം. നമസ്കാരം ശ്രീ വിനയൻ. ശ്രീനിവാസൻ എന്നുള്ളൊരു അതുല്യ പ്രതിഭ വിടവാങ്ങുന്നു പറയുമ്പോഴും മലയാളികൾക്ക് എന്നും ഓർക്കാനും ചിന്തിക്കാനും ചിരിപ്പിക്കാനും കഴിയുന്ന നിരവധി കഥാപാത്രങ്ങളെ തന്നിട്ടാണ് അദ്ദേഹം വിടവാങ്ങുന്നത്. അതെപ്പോഴും മലയാളികളുടെ മനസ്സിലുണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. താങ്കളുടെ ശിപ്പായി ലഹള പോലെയുള്ള സിനിമകളിലൊക്കെ അദ്ദേഹത്തിൻ്റെ കഥാപാത്രമുണ്ട്. എങ്ങനെയാണ് അദ്ദേഹവുമായുള്ള ഒരു സൗഹൃദം, അല്ലെങ്കിൽ ഈ ഒരു അവസരത്തിൽ എങ്ങനെയാണ് അദ്ദേഹത്തെ ഓർക്കുന്നത്? ഞാനിപ്പോൾ ശ്രീനിവാസൻ അവസാനമായിട്ട് അദ്ദേഹത്തിന്റെ ബോഡി ദർശനത്തിന് വെച്ചിരിക്കാൻ ടൗൺ ഹാളിലോട്ട് കയറുകയാണ്. അതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തെ പറ്റി പറയാനുള്ളത്, മലയാളത്തിലെ ഒരു പകരം വെക്കാൻ ഇല്ലാത്ത ഒരു ചലച്ചിത്രകാരനാണ്. എഴുത്തുകാരൻ എന്നുള്ള നിലയിലും നടൻ എന്നുള്ള നിലയിലും സംവിധായകൻ എന്നുള്ള നിലയിലും ഒക്കെ അദ്ദേഹം ഇതെല്ലാം എന്താ പറയുക, നേരത്തെ ആരോ പറഞ്ഞ പോലെ അദ്ദേഹം നടത്തിയ ഈ ആക്ഷേപഹാസ്യത്തിലൂടെ അദ്ദേഹം കൊളുത്തിയ സാമൂഹ്യ വിമർശനങ്ങൾ അത് ചാട്ടുള്ളി പോലെ മനസ്സിനുള്ളിൽ, സമൂഹത്തിന് എൻ്റെ മനസ്സിനുള്ളിൽ കയറുന്നവയായിരുന്നു. അത് തന്നെയായിരുന്നു ശ്രീനിവാസന്റെ പ്രത്യേകത. എനിക്ക് തോന്നുന്ന ആശയങ്ങൾ ആരുടെ മുഖത്ത് നോക്കിയും യാതൊരു ഭയമില്ലാതെ പറയുന്ന ഒരു ചലച്ചിത്രകാരൻ. അദ്ദേഹത്തിന്റെ തൂലികയിൽ കൂടെ തന്നെ കാണിക്കുകയും ചെയ്തു. ഞാൻ 1995 ശിപ്പായി ലഹള എന്ന ചിത്രം ചെയ്യുന്ന അതിന്റെ തിരക്കഥ കഴിയുന്ന സമയത്താണ് അദ്ദേഹമായിട്ട് അടുക്കുന്നത്. ഞാനത് പുള്ളിയെ സമീപിക്കാൻ എന്നോട് പറഞ്ഞു, ഞാൻ ഭയങ്കര തിരക്കിലാണ്, രക്ഷയില്ല, കഥ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു എൻ്റെ ഇതൊരു കഥയുണ്ടെന്ന് പറഞ്ഞ് പുള്ളി ഒഴിയാൻ വേണ്ടി പറഞ്ഞതാണെന്ന് തോന്നുമ്പോൾ കഥയുണ്ടോ എന്ന് കഥ പറഞ്ഞപ്പോൾ പുള്ളി ഇങ്ങനെ പുള്ളിയുടെ ചിരിയുണ്ടല്ലോ, നീണ്ട ചിരി ചിരിച്ചു. ഞാൻ വിചാരിച്ച കഥ ഇഷ്ടപ്പെടാഞ്ഞിട്ടാണ്. അപ്പൊ പുള്ളി പറഞ്ഞു താൻ എന്നെ ചുറ്റിച്ചു, കാരണം ഈ കഥയ്ക്കകത്തൊരു കാമ്പുണ്ട്. ശിപ്പായി ലഹള ഒരു പ്യൂണായിട്ട് വരുന്ന ഒരു ബിരുദധാരിയുടെ മാനസിക പ്രശ്നമാണല്ലോ അത്. അപ്പൊ അത് പുള്ളി അങ്ങനെ ഒരു നിഷ്കളങ്കനായിരുന്നു. പുള്ളിക്ക് ഒരാളെ സഹായിക്കാനോ ഒന്നൊരു ബുദ്ധിമുട്ടില്ലാത്ത, അങ്ങനെ പുള്ളിയുടെ ഒരു എഴുതി തിരക്കുള്ള സമയത്താണ് ഞാൻ 95 തിരക്കഥ എഴുതിക്കുന്നതും. അന്നോട്ട് ഉള്ള ഒരു സുഹൃത്തുബന്ധമാണ്. കഴിഞ്ഞ കുറെ ചിത്രങ്ങളിൽ ഞാനുമായിട്ട് സഹകരിച്ചത്. നമുക്ക് ഒരു അതിഭാവത്വം ഇല്ലാതെ പറയാം, മലയാളത്തിനൊരു തീരാ നഷ്ടം തന്നെയാണ്. അദ്ദേഹത്തിന്റെ സാമൂഹ്യ വിമർശനവും അദ്ദേഹം സിനിമകളിൽ ചെയ്തിരിക്കുന്ന, ഇപ്പൊ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ചെയ്ത സന്ദേശമൊക്കെ ഇപ്പോഴും എല്ലാ ദിവസങ്ങളിലും നമ്മൾ ചാനൽ ചർച്ചകളിൽ പലരും കോട്ട് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ശ്രീനിവാസന്റെ തൂലികയുടെ പ്രസക്തി അവിടെയാണ് നമ്മൾ കാണുന്നത്. ഒരു തീരാ നഷ്ടമാണ്. ഞാൻ ഇങ്ങോട്ട് ഈ ടൗൺ ഹാളിലോട്ട് കയറുകയാണ്. എല്ലാ എന്താ പറയുക, അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ ദുഃഖത്തിലും ഒക്കെ ഞാൻ പങ്കുചേരുന്നു കേട്ടോ. ഓക്കെ. വിനയൻ, അദ്ദേഹം ടൗൺ ഹാളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് മനസ്സിലാവും. അദ്ദേഹം പറഞ്ഞതുപോലെ ശ്രീനിവാസന്റെ കഥകളും കഥാപാത്രങ്ങളും സംഭാഷണങ്ങളും എല്ലാം സമൂഹത്തിനോട് പറയാനുള്ള കാര്യങ്ങളൊക്കെ മുഖം നോക്കാതെ അവതരിപ്പിച്ച ഒരു വ്യക്തി കൂടിയാണ്. വിമർശനങ്ങളെല്ലാം എപ്പോഴും വിമർശിക്കുന്ന, അല്ലെങ്കിൽ എല്ലാ കാലത്തും വിമർശനത്തെ ഒന്നും ഭയപ്പെടാത്ത ഒരാൾ കൂടിയായിരുന്നു അദ്ദേഹം. തിരക്കഥാകൃത്തായും സംവിധായകനായും ഒക്കെ അദ്ദേഹത്തിൻ്റെ തൂലികയിലൂടെ അദ്ദേഹത്തിൻ്റെ വിമർശനങ്ങളും അഭിപ്രായങ്ങളും എല്ലാം പൊതുസമൂഹത്തിൽ തുറന്നു കാട്ടിയിട്ടുള്ളൊരു പ്രതിഭ തന്നെയായിരുന്നു അദ്ദേഹം എന്നുള്ള കാര്യം ഉറപ്പാണ്. ശ്രീ വിനയൻ പറഞ്ഞതുപോലെ അദ്ദേഹത്തെ പോലൊരു കഥാപാത്രം, അല്ലെങ്കിൽ അദ്ദേഹത്തെ പോലെ ഒരാൾ ഇനി പകരം വെക്കാനാകാത്ത ഒരു അതുല്യ പ്രതിഭ എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയുന്ന ഒരു വ്യക്തി തന്നെയായിരുന്നു ശ്രീനിവാസൻ എന്നുള്ളതാണ്. കൂടുതൽ പ്രതികരണങ്ങളൊക്കെ വരുന്നുണ്ട്. അല്പസമയം മുൻപ്
നടി മഞ്ജു വാര്യർ അദ്ദേഹത്തെ അനുസ്മരിച്ചുകൊണ്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പറയുന്നുണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ ചിരി, ഉച്ചത്തിലുള്ള ചിരിയിൽ അവസാനിപ്പിക്കുന്ന ശ്രീനിയേട്ടൻ ഇന്നാദ്യമായി തന്നെ കരയിപ്പിക്കുകയാണ് എന്നുള്ളതാണ് മഞ്ജു വാര്യർ കുറിച്ചത്. പലതരത്തിലും തലത്തിലും കാലത്തെ അതിജീവിക്കുകയാണ് ശ്രീനിവാസൻ എന്നുള്ളതാണ് അനുശോചനക്കുറിപ്പിൽ മഞ്ജു വാര്യർ എഴുതിയത്. അദ്ദേഹം ഇല്ലാതാകുന്നത് ശരീരം മാത്രമാണ്, ആ പേര് ഇനിയും ഇവിടെ ജീവിക്കും എന്നുള്ള കാര്യം കൂടി മഞ്ജു വാര്യർ കുറിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾ, അത് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ സന്ദേശം എന്നുള്ളൊരു സിനിമയൊക്കെ ഈ ഒരു സമയത്ത് പോലും, ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ പോലും അത് യോജിക്കുന്നതാണ് എന്നുള്ള കാര്യം കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് പോലും പറയുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലും ഈ സന്ദേശം സിനിമയെക്കുറിച്ചൊക്കെ പരാമർശമുണ്ടായിരുന്നു. അത്തരത്തിൽ നിരവധി കഥാപാത്രങ്ങളും അതുപോലെ തന്നെ സിനിമകളുമൊക്കെ ഇന്നും മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം ഇപ്പോൾ ഉള്ളത് ടൗൺ ഹാളിലാണ്. അവിടേക്ക് ആളുകളെല്ലാം എത്തിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ ആളുകൾ അദ്ദേഹത്തെ അവസാനമായി കാണാൻ സത്യൻ അന്തിക്കാട് ഇപ്പോൾ അദ്ദേഹത്തെ അവസാനമായി കാണാനായി എത്തിയിട്ടുണ്ട്. നിറകണ്ണുകളോടുകൂടിയാണ് അദ്ദേഹം ഇരിക്കുന്നത് എന്നുള്ളതാണ് ശ്രീനിവാസനോടൊപ്പം. ശ്രീനിവാസൻ, സത്യൻ അന്തിക്കാട് കൂട്ടുകെട്ടിൽ എത്രയെത്ര സിനിമകൾ, എത്രയെത്ര കഥാപാത്രങ്ങൾ നമുക്ക് മുന്നിലുള്ളതാണ്. അദ്ദേഹം രാവിലെയൊക്കെ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ പോലും വാക്കുകൾ മുറിയുന്നുണ്ടായിരുന്നു. അത്രത്തോളം അടുത്ത് നിൽക്കുന്ന ഒരാൾ തന്നെയാണ് സത്യൻ അന്തിക്കാട്. നമുക്കറിയുന്നതാണ്, സത്യൻ അന്തിക്കാട് ശ്രീനിവാസൻ കൂട്ടുകെട്ടിൽ പിറന്ന നിരവധി ചിത്രങ്ങൾ, അവർ തമ്മിലുള്ളൊരു സൗഹൃദമൊക്കെ നമ്മളെപ്പോഴും കേട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അദ്ദേഹം വളരെ നിറകണ്ണുകളോട് കൂടിയാണ് അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹത്തിനരികിൽ നിൽക്കുന്നത്. അദ്ദേഹം രാവിലെ പ്രതികരിക്കുകയുണ്ടായി. ആ പ്രതികരണത്തിലേക്ക് പോകാം. കുറേ നാളായിട്ട് അപ്പം ഈ ഒരു സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഒന്നും പ്രതികരിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. കാരണം നിങ്ങളിലൊക്കെ എല്ലാവർക്കും അറിയാം, ശ്രീനിവാസനും ഞാനുമായിട്ടുള്ള ഒരു ആത്മബന്ധം. ഞാൻ എല്ലാ 2 ആഴ്ച കൂടുമ്പോഴും പോകാറുണ്ടായിരുന്നു. ഇപ്പോൾ മിനിഞ്ഞാന്ന് സംസാരിച്ചിരുന്നു, അതിനിടയ്ക്ക് പുള്ളി നിന്ന് വീണു, എന്നിട്ട് നടക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം ചെറിയ സർജറി കഴിഞ്ഞു. അപ്പോൾ ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞു ഇരുന്ന് തുടങ്ങി, വോക്കറിൽ നടക്കാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ അപ്പം എപ്പോഴും പോകുന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനിപ്പോഴും വന്ന് പുള്ളീനെ ചാർജ് ചെയ്യും. കാര്യം 2 ആഴ്ച കൂടുമ്പോൾ വീട്ടിൽ പോകും, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവിടെ ഇരിക്കും. അപ്പോൾ വളരെ ബുദ്ധിയും ബ്രെയിനും ചിന്തകളൊക്കെ വളരെ ഷാർപ്പാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് മതിയായി എന്ന് പറഞ്ഞു. കാരണം കുറച്ച് നാളായിട്ട് അസുഖമായിട്ട് കിടക്കുകയാണല്ലോ. അപ്പം ഞാൻ പറഞ്ഞു അത് നോക്കിയിട്ട് കാര്യമില്ല, നമുക്കിനി തിരിച്ചു വരാം. അപ്പം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ സന്ദേശം വളരെ വീണ്ടും ഇതിൽ വന്നപ്പോൾ ഞാൻ പുള്ളിയോട് പറഞ്ഞു അത് ഓക്കെ. അദ്ദേഹത്തിന് പൂർത്തിയാക്കാൻ കഴിയുന്നില്ല വാക്കുകൾ. ഉറപ്പായും നമുക്കറിയുന്നതാണ് അവർ തമ്മിലുള്ളൊരു സൗഹൃദമൊക്കെ എത്രത്തോളം വലുതായിരുന്നു, അദ്ദേഹം എത്രത്തോളം വലിയൊരു കൂട്ടുകെട്ടായിരുന്നു എന്നൊക്കെ നമുക്കറിയുന്നതാണ്. ആദർശ് തുടരുന്നുണ്ട്. ആദർശ്, സത്യൻ അന്തിക്കാട് അവസാനമായി അദ്ദേഹത്തെ കാണാനെത്തുന്നൊരു കാഴ്ച ആ ടൗൺ ഹാളിൽ നിന്ന് കാണുമ്പോൾ എത്ര കഥാപാത്രങ്ങളാണ് നമ്മുടെ മനസ്സിലൂടെ വരുന്നത്. രാവിലെ പോലും അദ്ദേഹം പ്രതികരിക്കുമ്പോൾ നേരത്തെ കേൾക്കുന്നുണ്ടായിരുന്നു, അദ്ദേഹത്തിന് വാക്കുകൾ മുഴുവനാക്കാൻ കഴിയുന്നില്ല. അത്രത്തോളം വലിയൊരു നഷ്ടം തന്നെയാണ് അദ്ദേഹത്തിനെ സംബന്ധിച്ച്. തീർച്ചയായും നീത, അദ്ദേഹത്തോടൊപ്പം കാലങ്ങളോളം മലയാള സിനിമയിൽ സജീവമായി തന്നെ നിലകൊണ്ട വ്യക്തിത്വമാണ് നടൻ ശ്രീനിവാസൻ. അദ്ദേഹത്തിന്റെ വിയോഗം മലയാള സിനിമയ്ക്ക് തീരാ നഷ്ടമാണെന്നത് യാതൊരു തർക്കവുമില്ല. മലയാള സിനിമയെ ലോകശ്രദ്ധയിലേക്ക് പോലും എത്തിച്ച വളരെ ചുരുക്കം കലാകാരന്മാരിൽ ഏറ്റവും പ്രധാനിയാണ് നടൻ ശ്രീനിവാസൻ. അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾ, അദ്ദേഹം അഭിനയ പകർച്ച നൽകിയ വേഷങ്ങൾ എല്ലാം മലയാളികളുടെ മനസ്സിൽ ഇന്നും എന്നും മായാതെ നിൽക്കുന്ന കഥാപാത്രങ്ങളാണ്. അദ്ദേഹം തന്റെ അന്ത്യയാത്രയിൽ അദ്ദേഹത്തെ അവസാന നോക്ക് കാണുവാൻ വേണ്ടി നിരവധി ആളുകളാണ് ഈ ടൗൺ ഹാളിലേക്ക് ഒഴുകിയെത്തുന്നത്. പ്രധാനമായും അദ്ദേഹത്തിനോടൊപ്പം അഭിനയിച്ചവർ, മലയാള സിനിമയിൽ അദ്ദേഹം പകർന്നാടിയ വിവിധങ്ങളായ വേഷങ്ങളിൽ അദ്ദേഹത്തോടൊപ്പം വേഷം പകർന്നവർ, അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ഒരു അടുത്ത തലമുറ എന്ന് പറയാം, അദ്ദേഹത്തിന് ശേഷം മലയാള സിനിമയിൽ കടന്നു വന്നവർ, അദ്ദേഹത്തെ അനുകരിച്ചവർ, അദ്ദേഹത്തെ മാതൃകയാക്കിയവർ, അങ്ങനെ അനവധി ആളുകളാണ് ഈ ടൗൺ ഹാളിലെ പൊതുദർശനത്തിന് വേണ്ടി അവരുടെ പ്രിയപ്പെട്ട നടനെ കാണുവാൻ വേണ്ടി ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അല്പം മുമ്പ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണുകയും അന്ത്യാർച്ചന അർപ്പിക്കുകയും ചെയ്തിരുന്നു. മലയാള സിനിമയിലെ ഒട്ടേറെ ആളുകൾ ഇവിടെയുണ്ട്. രാവിലെ നടൻ മമ്മൂട്ടി അദ്ദേഹത്തിന്റെ വസതിയിലെത്തി
അന്തിമോപചാരം അർപ്പിച്ചിരുന്നു. തുടർന്ന് മലയാള സിനിമയിലെ നിരവധിയാർന്ന അഭിനേതാക്കൾ, അതോടൊപ്പം തന്നെ രാഷ്ട്രീയ സാംസ്കാരിക രംഗങ്ങളിലെ നിരവധി ആളുകൾ ഇവിടെ ഈ ടൗൺ ഹാളിലേക്ക് എത്തി അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കുന്നുണ്ട്. ഇന്ന് വൈകുന്നേരം വരെയാണ്, ഇത് 3:30 വരെ എന്നാണ് ആദ്യഘട്ടത്തിൽ തീരുമാനിച്ചത്. പക്ഷേ കുറച്ചും കൂടി നീണ്ടുപോകാൻ സാധ്യതയുണ്ട്. കാരണം അത്രത്തോളം ആളുകൾ അവരുടെ പ്രിയപ്പെട്ട ശ്രീനിവാസനെ കാണുന്നതിന് വേണ്ടി ഇവിടേക്ക് എത്തുന്നുണ്ട്. ഏതായാലും നാളെ രാവിലെ 10 മണിക്കാണ് അദ്ദേഹത്തിന്റെ വീട്ടുവളപ്പിൽ തന്നെയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. അതിനു മുന്നോടിയായി നാളെ രാവിലെ വസതിയിൽ വീണ്ടും പൊതുദർശനം ഉണ്ടാകും. ഇന്ന് ഏതായാലും ടൗൺ ഹാളിൽ നിന്ന് അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് തന്നെയായിരിക്കും ഈ ഭൗതിക ശരീരം കൊണ്ടുപോവുക. നിലവിൽ ടൗൺ ഹാളിലെ പൊതുദർശനം പുരോഗമിക്കുകയാണ്. നിരവധി ആളുകൾ, വിവിധ മേഖലകളിൽ നിന്നുള്ള നിരവധി ആളുകളാണ് ഈ ടൗൺ ഹാളിലെത്തി അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കുന്നത്. നീത, ആദർശാണ് വിവരങ്ങൾ നൽകിയത്. നടൻ ഹരീഷ് അശോകൻ അദ്ദേഹത്തെ അവസാനമായി കാണാനായി ടൗൺ ഹാളിലേക്ക് എത്തിയിട്ടുണ്ട്. ചെന്നൈയിലെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ശ്രീനിവാസനോടൊപ്പം പഠിച്ചതാണ് തമിഴ് സൂപ്പർ താരമായിട്ടുള്ള രജനീകാന്ത്. അദ്ദേഹവും ഇതിൽ ഇന്ന് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് സംസാരിച്ചിട്ടുണ്ട്. വലിയ രീതിയിലുള്ള ഒരു നഷ്ടം എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഒന്നിച്ച് ഒരുപാട് കാലമുണ്ടായിരുന്ന സൗഹൃദത്തെക്കുറിച്ചുമെല്ലാം രജനീകാന്ത് കുറിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വിയോഗ ദിവസം കൂടുതൽ ആളുകൾ അങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തെ അവസാനമായി കാണാൻ. നടൻ മമ്മൂട്ടിയും കുടുംബവും ശ്രീനിവാസൻ്റെ വീട്ടിൽ അല്പസമയം മുൻപ് ആദരാഞ്ജലി അർപ്പിക്കാനായി എത്തിയിരുന്നു. അങ്ങനെ എല്ലാ താരങ്ങളും, നിരവധിയായിട്ടുള്ള താരങ്ങളെല്ലാം, ശ്രീനിവാസനോടൊപ്പം പ്രവർത്തിച്ച ആളുകളെല്ലാം ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. 43 വർഷത്തെ സൗഹൃദം എന്നുള്ളതാണ് നടനും MLA-യുമായിട്ടുള്ള മുകേഷ് പ്രതികരിച്ചത്. ഒരു നീരസം പോലും ശ്രീനിവാസനുമായി ഇതുവരെ ഉണ്ടായിട്ടില്ല. വിമർശനങ്ങളും സന്ദേശവും നൽകുന്നതായിരുന്നു ശ്രീനിവാസന്റെ സിനിമകളെന്നും അദ്ദേഹം അനുശോചിച്ചു. ശ്രീനിവാസനെ കുറിച്ച് പറയുമ്പോൾ ഒരു 43 കൊല്ലം ഒക്കെ ദൃഢമായ ഒരു ഫ്രണ്ട്ഷിപ്പാണ്. എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേക തരത്തിലുള്ളൊരു സ്വഭാവം വെച്ചുകൊണ്ട് എല്ലാം വെട്ടിത്തുറന്ന് പറയുന്ന ഒരു നേച്ചറായിരുന്നു. അതിനകത്ത് സൗഹൃദമോ കാര്യങ്ങളോ ഒന്നും നോക്കത്തില്ല. സിനിമയുടെ കാര്യമാണെങ്കിൽ നല്ല സിനിമ, TV പരിപാടിയാണെങ്കിൽ നല്ല TV പരിപാടി, നല്ല കഥ, നല്ല തിരക്കഥ, അതിനുവേണ്ടി ഒരു വിട്ടുവീഴ്ചയും ചെയ്യാത്ത ഒരാളാണ്. ഒരു തിരക്കഥ അദ്ദേഹത്തിൻ്റെ അടുത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അദ്ദേഹം അത് വായിച്ചതിന് ശേഷം പുതിയൊരാളാണെങ്കിൽ പോലും ഒരു മിനിമം 10 ചോദ്യം അങ്ങോട്ട് ചോദിക്കും. ആ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞെങ്കിൽ മാത്രമേ ഈ തിരക്കഥയുമായിട്ട് മുന്നോട്ട് പോകത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ ശ്രീനിവാസൻ്റെ അടുത്തോട്ട് പോകാൻ ഭയമാണ്. കാര്യം ചോദിക്കുന്ന ചോദ്യങ്ങൾ അത്ര കൃത്യമാണ്. എന്നെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്ന, ഞാൻ ശ്രീനിവാസനുമായിട്ട് ഇത്രയും സിനിമയെ അഭിനയിച്ചു, ഇത്രയും കാലം ഒന്നിച്ച് നടന്നെങ്കിലും അദ്ദേഹത്തെക്കുറിച്ച് അവിടെ ഇവിടെയൊക്കെ പരാമർശിച്ചു, അല്ലെങ്കിൽ ഒരു സിനിമയുടെ കാര്യം വരുമ്പം ആ കഥാപാത്രത്തെക്കുറിച്ച് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു സൃഷ്ടിയെക്കുറിച്ചൊക്കെ പറയുന്നുള്ളതല്ലാതെ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്ന ഒരു സാഹചര്യം ഞാൻ ആഗ്രഹിച്ചിരുന്നു. അതിങ്ങനെ ഒരു സാഹചര്യമായി പോയി എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ദുഃഖകരമായ കാര്യം. ഒരിക്കൽ പോലും ഈ 43 കൊല്ലത്തിനകത്ത് വെച്ച് ഒരിക്കൽ പോലും ഒരു ചെറിയ നീരസം പോലും ഉണ്ടാകാത്ത ഒരു സുഹൃത്തായിരുന്നു. പല സന്ദർഭങ്ങളിലും ഞാൻ തന്നെ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഞാനായതുകൊണ്ട് ഇതെല്ലാം ക്ഷമിക്കുന്നു, സഹിക്കുന്നു, വേറെ ആരെങ്കിലും ആണെങ്കിൽ ഇട്ടിട്ട് എറിഞ്ഞിട്ട് പോയേനെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പൊട്ടിച്ചിരിക്കും. അദ്ദേഹത്തിൻ്റെ ചിരിയും വളരെ പ്രസിദ്ധമാണ്. നോൺ സ്റ്റോപ്പ് ചിരിയാണ് അദ്ദേഹത്തിൻ്റെ സൃഷ്ടികൾ പോലെ തന്നെ, സർക്കാസം പോലെ തന്നെ അദ്ദേഹം ചിരിക്കുന്നതും അത്രയും എൻജോയ് ചെയ്തിട്ടാണ് ചിരിക്കുന്നത്. 43 വർഷത്തെ സൗഹൃദമാണ് അദ്ദേഹവുമായുള്ളത് എന്നുള്ളതാണ് നടൻ മുകേഷ് പറയുന്നത്. ഒപ്പം തന്നെ അദ്ദേഹത്തിനോടൊപ്പമുള്ള ഇത്രയും വർഷത്തിനിടയിൽ ഒരു തരത്തിൽ പോലും ഒരു നീരസവും അദ്ദേഹവുമായി ഉണ്ടായിട്ടില്ല എന്നും പറയുന്നു. അദ്ദേഹവുമായുള്ള സൗഹൃദം ഓർത്തെടുക്കുകയാണ് അദ്ദേഹം. കൂടുതൽ താരങ്ങളെല്ലാം ഇദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ അനുസ്മരിച്ച് എത്തുന്നുണ്ട്. ടൗൺ ഹാളിലേക്ക് കൂടുതൽ താരങ്ങളെല്ലാം എത്തുകയാണ്. രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖരെല്ലാവരും അവസാനമായി അദ്ദേഹത്തെ കാണാനായി അങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. വൈകിട്ട് 3 മണിവരെയാണ് നിലവിലിപ്പോൾ പൊതുദർശനം പറഞ്ഞിരിക്കുന്നതെങ്കിലും കുറച്ചുകൂടി നീണ്ടുപോകാനുള്ള സാധ്യത തന്നെയാണുള്ളത്. പിന്നീട് വീട്ടിലേക്ക് വീണ്ടും മൃതദേഹം എത്തിക്കും. അതിനുശേഷം നാളെ രാവിലെ 10 മണിക്ക് വീട്ടുവളപ്പിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. ഔദ്യോഗിക ബഹുമതികളോടുകൂടിയാണ് സംസ്കാര ചടങ്ങുകൾ എന്നുള്ളതാണ് മനസ്സിലാവുന്നത്.
ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.